ഇത് കുറ്റ്യാടി തെങ്ങാണ്. കുറ്റ്യാടി തെങ്ങ് 4 വർഷം കൊണ്ട് 4 വർഷം കൊണ്ട് കായുണ്ടാവും. 5 വർഷമാകുമ്പോഴേക്കും നല്ലപോലെ കായ് ഉണ്ടാവും. പിന്നെ ഈ കുറ്റ്യാടി തെങ്ങിൻ്റെ ഗുണങ്ങൾ, മറ്റുള്ള തെങ്ങുകൾക്ക് കേടുപാട് വരും പോലെ ഇതിന് കേടുപാട് വരികയില്ല. വളരെ രോഗങ്ങൾ കുറവാണ്. പിന്നെ തെങ്ങിൻ്റെ കൂമ്പ് ഈച്ചൽ അങ്ങനെയുള്ളെല്ലാം വരുന്നുണ്ടെങ്കിൽ അതിന് ചെയ്യേണ്ട കർമ്മങ്ങൾ, ഉപ്പ്, കൂമ്പ് പുഴുവെല്ലാം കുത്തുന്നുണ്ടെങ്കിൽ, ചെള്ളെല്ലാം ഇതാക്കുന്നുണ്ടെങ്കിൽ ഉപ്പ് മേലെ കൂമ്പിനേക്ക് എറിഞ്ഞു കൊടുത്താൽ മതി. ഉപ്പിട്ട് കൊടുത്താൽ ഇല കൂമ്പ് ചെയ്യില്ല. രണ്ടാമത് വളം ചെയ്യുന്നത് നമ്മളെങ്ങനെയാണ് ക്രമങ്ങൾ, ദിവസം മണ്ട മാന്തി ആദ്യം കുമ്മായി ഇട്ട് കൊടുത്ത് അവിടെ നിന്നൊരു 10 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ മേലെ കുറച്ച് ഉപ്പിടും. ഉപ്പ് ഇട്ട് കൊടുത്ത് 10 ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ ആലവെള്ളം ഇട്ട് തെങ്ങ് ചുറ്റുഭാഗം ആലവെള്ളം ഇട്ട് കൊടുക്കും. പിന്നെ കുറച്ച് തോല് ഇതൊക്കെ ഇട്ട് മൂട് ചെയ്യാം. അങ്ങനെ മഴക്കാലത്ത് ചെയ്യുകയാണെങ്കിൽ നല്ല കായ് പിടുത്തങ്ങളുണ്ടാവും. ഇങ്ങനെയുള്ള വളങ്ങളും ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് വളങ്ങളൊന്നും, മറ്റുള്ള വളമൊന്നും, ജൈവവളം അല്ലാണ്ട് മറ്റുള്ള വളങ്ങളൊന്നും ചെയ്യില്ല. പിന്നെ ആദ്യമായിട്ട് തെങ്ങ് നമ്മൾ കുലച്ച് കാണുമ്പോൾ നമ്മൾ മനസ്സിന് വളരെ സന്തോഷമായി. കുലച്ച് കാണുമ്പോൾ സന്തോഷം എന്ന് വെച്ചാൽ, മാതാപിതാക്കൾക്ക് മക്കളുണ്ടായി കാണുമ്പോൾ എത്രമാത്രം സന്തോഷം ഉണ്ടാവും, അതുപോലുള്ള സന്തോഷമാണ് ഈ തെങ്ങ് പുതുതായി കുലച്ച് കാണുമ്പോൾ. അപ്പം ഇതുപോലുള്ള കൃഷികളെല്ലാം നമ്മൾ ചെയ്തു വരുമ്പോൾ നമ്മളെ മനസ്സിന് നല്ല കുളിർമയും സന്തോഷമുണ്ടാവും. എല്ലാവിധ കൃഷികളും ചെയ്യണം. വെറും തെങ്ങ് മാത്രം പോരാ, എല്ലാവിധ കൃഷികളും സ്ഥലമുള്ള ആൾ ചെയ്യാം. സ്ഥലമില്ലാത്ത ആൾക്ക് 5 കൊല്ലത്തേക്കും 10 കൊല്ലത്തേക്കും 15 കൊല്ലത്തേക്കെല്ലാം 20-40 കൊല്ലത്തേക്കെല്ലാം ഭാരത്തിന് കിട്ടുന്നുണ്ട് സ്ഥലങ്ങൾ. പല രാജ്യങ്ങളിലും ഭാരത്തിന് കൊടുക്കുന്നുണ്ട്. 1 ഏക്കർക്ക് 2500, 2000, 1000 അങ്ങനെയെല്ലാമായിട്ട് ഭാരം കിട്ടുന്നുണ്ട്. ചെറിയ ഭാരത്തിന് കൊടുത്തിട്ട് കൃഷികൾ ചെയ്താൽ ആ കൃഷികളിൽ ഭാരത്തിൻ്റെ പൈസയൊക്കെ കഴിച്ച് ലാഭകരമായ രീതിയിൽ അതും മുന്നോട്ട് പോകാൻ സാധിക്കും.